നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. വ്യവസ്ഥിതിക്ക് എതിരെയുള്ള യുവാക്കളുടെ പ്രതിഷേധമാണ് തനിക്ക് അവാർഡായി ലഭിച്ചതെന്ന് വിനായകൻ. പ്രണയമില്ലാതാകുന്നതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പ്രണയത്തെ തല്ലിയോടിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. മറൈൻ ഡ്രൈവിലടക്കം കണ്ടത് ഇതാണെന്നും വിനായകൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സിനിമയിൽ ജാതി വേർതിരിവുണ്ട്. 3 വർഷം മുമ്പ് താൻ അത് തിരിച്ചറിഞ്ഞതാണെന്നും വിനായകൻ ആരോപിച്ചു. ഇന്നലെ വിനായകന്റെ വീട്ടിൽ വെച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ വളരെ നാടകീയമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. അമ്മേനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ എന്ന ആവശ്യത്തോട് ഒന്നും അഭിനയിക്കാൻ പറയരുത് എന്ന് പറഞ്ഞായിരുന്നു വിനായകൻ പ്രതികരിച്ചത്. നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയത് സിനിമയിലെ അഭിനയത്തിനാണെന്ന് ബോധ്യമുള്ള വിനായകൻ എല്ലാ ക്യാമറകൾക്ക് മുന്നിലും അഭിനയിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ജീവിതത്തിൽ അഭിനയിക്കില്ലെന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുകയായിരുന്നു വിനായകൻ. ആദ്യ പ്രതികരണത്തിന് ശേഷം അമ്മയുടെ അടുത്തേക്ക് കസേര നീക്കിയിരുന്ന വിനായകന്റെ കൈകളിൽ അമ്മ പിടിച്ചിട്ടുണ്ടായിരുന്നു. ചാനൽ പത്ര ക്യാമറകൾക്ക് നേരെ കൈവീശി തുടക്കം. ഒന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യം. അതൊന്നും നടക്കൂല, എല്ലാവരും കണ്ടോ, ഇല്ലെങ്കിൽ ഞാൻ വഴക്ക് പറയും, ജീവിതത്തിൽ അഭിനയിക്കില്ല, അതൊക്കെ എൻ്റെ അമ്മയുമായുള്ളതാണ്. പിന്നെയും ചാനൽ ക്യാമറകൾ വിനായകനടുത്തേക്ക്. വീണ്ടും വിനായകന്റെ മുന്നറിയിപ്പ്, അഭിനയിക്കാൻ പറയരുത്, പ്ലീസ് അഭിനയിക്കാൻ പറയരുത്. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിരിക്കുന്നു. എന്താണ് പ്രതികരണം? എന്തു പറയാനാ, വളരെ സന്തോഷമുണ്ട്. എൻ്റെ പ്രൊഡ്യൂസർ പ്രേം സാർ, രാജീവ് പിള്ള, വളരെ സന്തോഷം. എൻ്റെ നന്ദി ഞാൻ അവരെ അറിയിക്കുകയാണ്. വിനായകന്റെ മുഖത്ത് ജീവിതത്തിൽ അഭിനയിക്കാത്ത ഒരു പച്ച മനുഷ്യന്റെ സമ്മർദ്ദം പ്രകടമായിരുന്നു. തുടർന്ന് അഭിനയം എന്ന ചോദ്യത്തിന് ഒരു നിമിഷം പോലും വൈകാതെ പിന്നെ മരണം വരെ എന്നുള്ള കരുത്തുള്ള മറുപടി. ഒടുവിൽ അമ്മയെ കൊണ്ട് മധുരം കൊടുക്കാനുള്ള ശ്രമത്തെ ശക്തമായി എതിർത്തു. അമ്മയുടെ സന്തോഷത്തിന് മധുരം കഴിച്ചുകൂടെ എന്ന് ചോദ്യം. അമ്മ വെറുതെ ഇരിക്കുമ്പോൾ മധുരം തരാറുണ്ടെന്ന് വിനായകന്റെ ഉത്തരം. എങ്ങനെയാണ് സിനിമയിലും ജീവിതത്തിലും അഭിനയിക്കുന്നത്? അച്ഛൻ ചത്തെന്ന് പറഞ്ഞ് സിനിമയിൽ അഭിനയിക്കുന്നു, ജീവിതത്തിലും അഭിനയിക്കുന്നത് എങ്ങനെയാണ്? എനിക്കത് താല്പര്യമില്ല. അതല്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, എന്നോട് അഭിനയിക്കാൻ പറയല്ലേ, എനിക്കങ്ങനെ പരിചയമില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, ഒരു സിനിമ കൊണ്ടുപോവാ, കുറച്ച് കാശുതാ, ഞാൻ അഭിനയിക്കാം. കഴിഞ്ഞോ? അപ്പോൾ സന്തോഷം, വിനായകൻ പറഞ്ഞു നിർത്തി. അങ്ങനെ വിനായകനും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വളരെ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ജീവിതത്തിൽ അഭിനയിക്കാത്ത വിനായകനെ കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം.